ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വീണ്ടും ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നൽകുന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ നാം വായിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇന്ന് രാത്രിയിൽ ഇതുപോലെ നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരിടം ഈ ഉലകത്തിലില്ല. ദൈവ സാന്നിധ്യം പോലെ സന്തോഷിക്കാൻ, സമാധാനം അനുഭവിക്കുവാൻ, ആശ്വാസം അനുഭവിക്കുവാൻ മറ്റൊരിടമില്ല. കർത്താവ് ഇന്ന് രാത്രി നമ്മെ ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മെ നയിച്ചത് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ നാം അവനിൽ നിന്ന് പ്രാപിച്ച എല്ലാ നന്മകൾക്കും അല്പസമയം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ നടത്തിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രാമത്തോറും അവനെന്റെ സർവ്വവുമേ, അവനെന്റെ സങ്കേതം വിശ്രാമത്തോറും അവനെന്റെ സർവ്വവുമേ. കർത്താവിൽ സന്തോഷം, കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെന്റെ സങ്കേതം വിശ്രാമനാൾ തോറും അവനെന്റെ സർവ്വവുമേ, അവനെന്റെ സങ്കേതം വിശ്രാമനാൾ തോറും അവനെന്റെ സർവ്വവുമേ. പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിൽ അവനോടു ചൊല്ലി, പല നാൾ കരുതി ഞാൻ ഏകനെന്ന് അന്നാളിൽ അവനോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്, ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോട് കൂടെ. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിൽ അവനോടു ചൊല്ലി, ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിൽ അവനോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നു നിന്നോട് കൂടെയുണ്ട്, ശക്തനാക്കുന്നവൻ ബലം പകരുന്നു നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച ശക്തനാക്കുന്നവൻ ബലം പകരുന്നു നിന്നോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിൽ അവനോടു ചൊല്ലി, അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിൽ അവനോടു ചൊല്ലി, മനുഷ്യ
സങ്കേതം വിശ്രാമനാൾ തോറും അവനെന്റെ സർവ്വവും. അവനെന്റെ സങ്കേതം വിശ്രാമനാൾ തോറും. എന്നെ വിളിച്ച ദൈവം വിശ്വസിച്ചു. അവനെന്നെ ആദ്യം വരെ വഴി നടത്തുവാൻ സർവശക്തൻ. അവനെന്റെ സങ്കേതം വിശ്രാമനാൾ തോറും അവനെന്റെ സർവ്വവും. അവനെന്റെ സങ്കേതവും എന്റെ ബലവും. അവനെന്റെ യഹോവ എന്റെ സങ്കേതവും എന്റെ ബലവും. ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി പറയുന്ന ശബ്ദമുയർത്തി. അവനെന്റെ സങ്കേതം അവനെന്റെ സർവ്വവുമേ. ആ നാമം ചേർത്ത് യേശു. എന്റെ സ്നേഹിതൻ യേശു. യേശു എന്റെ പ്രാണപ്രിയൻ. ഒരിക്കൽ കൂടി യേശുവേ. യേശു എന്റെ സ്നേഹിതൻ. അവനെന്റെ പ്രാണപ്രിയൻ. യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം. അവൻ എന്നെ ഒരു നാൾ കൈവിട്ടിട്ടില്ലെന്ന് പറയുന്നവൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു. യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ. യേശു എന്നെ നന്നായി അറിയുന്നവൻ. ആ നാമം ഒന്ന് ചേർന്ന്. യേശു സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം. ഇന്ന് രാത്രിയിലാ യേശു കർത്താവിന്റെ കൃപകൾ അനുഭവിച്ചത്. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം. ആ നല്ല കർത്താവിനെ സ്നേഹിക്കുന്നവരൊന്ന് ചേർന്ന് പാടുമോ? നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകേ. ശബ്ദമുയർത്തി പാടിക്കേ. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകേ ആരുള്ളു ജീവനാഥ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. ഓ നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. മന്നരിൽ മന്നവൻ, മന്നരിൽ മന്നവൻ
വന്ദനമേശുപരാ നിനക്കെന്നു വന്ദനം യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവാ ഓ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരു നാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു വന്ദനം ചെയ്യുന്നു ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തെ ആദരവോടെ ആ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവർ മറ്റെന്തിനേക്കാൾ കർത്താവിന്റെ സാന്നിധ്യം എന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെയും എന്നെയും രക്ഷിച്ചത് ഒരേ യേശുക്രിസ്തുവാണ്. നിങ്ങളെയും എന്നെയും വിടുവിച്ചത് ഈ നല്ല കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ ഒന്ന് ഉയർത്താം. Come on, I think he deserves more. ഞാൻ വിശ്വസിക്കുന്നു ഈ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിനെ കുറിച്ച്, നമ്മെ രക്ഷിച്ച ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ I think he deserves more. നമ്മുടെ ആമേൻ ആമേൻ ഒരു കുറച്ചും കൂടി ആമേൻ ഹല്ലേലൂയ നല്ല കർത്താവിനെ ഉയർത്താൻ സന്തോഷമുള്ളവരെല്ലാം ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കുമോ? ഇന്ന് രാത്രി നാം പറയുന്നു, ഇന്ന് രാത്രി നാം ചേർന്ന് പ്രഖ്യാപിക്കുന്ന കർത്താവേ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് തിരുനാമ മഹത്വത്തിന് കാരണമാകണം. ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നും പുകഴാനില്ല, ഞങ്ങൾക്ക് മറ്റൊന്നും ഉയർത്താനില്ല, ഞങ്ങൾക്ക് മറ്റാരെയും ഉയർത്താനില്ല. ഇന്ന് രാത്രി സകല നാമത്തിലും മേലായ നാമമുള്ളവനെ ഞങ്ങൾ ചേർന്ന് ഉയർത്തുന്നു. Let your name be glorified through our worship tonight. ഇന്ന് രാത്രി അങ്ങയുടെ നാമം ഞങ്ങളുടെ ആരാധനയിൽ ഉയരട്ടെ. ചേർന്ന് കരങ്ങളെ തട്ടി ആമേൻ ഹല്ലേലൂയ. ശബ്ദങ്ങളെ ഉയർത്തി ആമേൻ. ഹല്ലേലൂയ. അങ്ങേ ഭാഗത്വത്തിനായില്ല, അങ്ങേ പുകഴ്ചയ്ക്കുമായി
We worship you, God. 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 പാട്ടുകൾക്കൊക്കെ അപ്പുറത്താണ് ആരാധന എന്ന വെളിപ്പാട് പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായി നിൽക്കാതെ ദൈവത്തിനൊന്ന് സ്തുതി കൊടുക്കുക. ആരാധനയുടെ വെളിപ്പാട് പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ, എന്റെ സ്തുതികൾക്ക് യോഗ്യനാണ് എന്റെ ദൈവം എന്ന ബോധ്യമുണ്ടെങ്കിൽ, give him the best praise. Yes, yes, yes. Give him the best praise. Make sure that his name is glorified. Oh, we worship you. We worship you. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സർവമഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യനേ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനായ നമ്മുടെ കർത്താവിനെ കരങ്ങളെ ചേർത്ത് തട്ടി മഹത്വം കൊടുക്കാം. Hallelujah. Yes, he is worthy. Hallelujah. സ്തുതികൾക്ക് യോഗ്യൻ. Hallelujah. സ്തോത്രത്തിന് യോഗ്യൻ. കുഞ്ഞാടേ നീ യോഗ്യൻ. Hallelujah. സന്തോഷമുള്ള ദൈവത്തിന് ജനം ഒരുമിച്ച് വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഈ 39ാമത് കോൺഫറൻസിൻ്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് ദി എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ 39th കോൺഫറൻസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഴ്സ്, ഐ വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ ഓഫ് യു ഇൻ ദി മാച്ച്ലെസ് ആൻഡ് പ്രഷ്യസ് നെയിം ഓഫ് അവർ സേവിയർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അർപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായി ഇപ്രകാരം ഇവിടെ ഒരു കോൺഫറൻസ് ക്രമീകരിപ്പാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ അത് ശക്തീകരിച്ചല്ലോ, അവർക്ക് കൃപ നൽകിയല്ലോ. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇൻട്രൊഡക്ഷനായിട്ട് അധികം സമയമെടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹീതരായ 2 ദൈവഭൃത്യന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. അവരെ പരിചയപ്പെടുത്തുവാനായി പ്രത്യേക സമയം എടുക്കേണ്ട എന്നതാണ് ഒരു അനുഗ്രഹം. അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ നമ്മുടെ പ്രാദേശിക സഭകളിൽ ശുശ്രൂഷിക്കുന്നവരാണ്. അവരെ നമുക്ക് പ്രത്യേകമായി അധികമായി പരിചയപ്പെടുത്തേണ്ടതാകുന്ന ആവശ്യമില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ഡാനിയേൽ ഹ്യൂസ്റ്റണിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. മറ്റനേക സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. താൻ തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കും. അതിനെ തുടർന്ന് കാൽവറി അസംബ്ലിയുടെ, ജോർജിയയിലുള്ള കാൽവറി അസംബ്ലിയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ഷിബു തോമസും ദൈവകരങ്ങളിൽ ഈ നാളുകളിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്യനാണ്. താൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് നല്ല ഒരു തീം ലഭിച്ചിട്ടുണ്ട്.
ആ തീമിനെ കൂടെ ബേസ് ചെയ്താണല്ലോ ദൈവഭൃത്യന്മാർ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കടന്നാൽ ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞ് നീണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും മാനസാന്തരത്തിന് അത് യോഗ്യമായ തക്കതാകുന്ന ഫലം കായ്ക്കണം. ഫലം കായ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ്. മാനസാന്തരപ്പെട്ടുവെങ്കിൽ ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ലക്ഷണമാണ് ഫലം കായ്ക്കുക എന്നുള്ളത്. ഫലമുള്ള വിശ്വാസികളായിരിക്കാൻ, ഫലമുള്ള ദാസന്മാരായിരിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ഡാനിയലിനെ ക്ഷണിക്കുന്നു. തുടർന്ന് മുഖവരകൾ കൂടാതെ ഇൻട്രൊഡക്ഷനൊന്നും ഇല്ലാതെ തന്നെ അതിനെ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. May the Lord continue to abide in and with us. Pastor Shaji Daniel. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗം തന്ന ഈ വലിയ പദവിക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തരായ എല്ലാ ദൈവദാസന്മാർക്കും, EPC നാക്കിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും സ്നേഹ വന്ദനം. മാത്രമല്ല ഹ്യൂസ്റ്റണിലുള്ള എല്ലാ പെന്റിക്കോസ്റ്റൽ സഭകളെയും HPF ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിനെയും റെപ്രസെൻ്റ് ചെയ്ത് PC നാക്കിന് എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ദൈവ വചനത്തിൽ നിന്നുള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പനായിട്ട് പോകുന്നത്. വായിക്കുമ്പോൾ വേഗത്തിൽ നമ്മളത് വായിക്കുന്നു, വേഗത്തിൽ മുൻപോട്ട് പോകുന്നു. ഇവിടെ പറഞ്ഞ സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അതിൽ ഓരോന്നായി വായിച്ചു പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭത്തിൽ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിക്കുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. 3-ാം വാക്യം, സൂക്ഷിച്ചു കൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. 4-ാം വാക്യം, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. 5-6 വാക്യങ്ങൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. 6-ാം വാക്യം, അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. മെസ്സേജ് അവിടെ തീർന്നിട്ടില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ അടുത്ത 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്ന തീം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ PC നാക്ക് പ്രിയപ്പെട്ടവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഈ കാലഘട്ടങ്ങളിൽ വൈകാരിക മണ്ഡലങ്ങളിൽ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഒതുക്കി ജനത്തിൻ്റെ സന്തോഷം ആത്മീയ അനുഗ്രഹമായി ദുർവ്യാഖ്യാനം ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ പ്രായോഗികമായ വശത്ത് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന് വചനം പ്രസ്താവിക്കത്തക്ക നിലയിൽ സൗകര്യങ്ങൾ ഒരുക്കി തന്നതോർത്ത് കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആഴ്ചകൾക്ക് മുൻപേ ഞാൻ ഈ ചുരുക്കം സമയങ്ങൾ കൊണ്ട് എൻ്റെ ചർച്ചിൽ ഇത് ഒന്ന് തൊട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മുഖവര കൂടാതെ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ലഭിച്ച സമയത്തിനുള്ളിൽ പറയേണ്ടത് കൊണ്ട്, 1, മാനസാന്തരത്തിൻ്റെ 1-ാമത്തെ ഫലം, ഒരൊറ്റ കുഞ്ഞും നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഇടർച്ച വന്ന് വീണു പോകുകയില്ല. മനസ്സിലായി കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവൻ വേറൊരുത്തന്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നാണ്, ചില വാക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് എന്നാണ്. വീക്കറായ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയവരിൽ നമുക്കറിയാം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയവരെന്ന് ചിലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്.
ഇവിടെ ആരോട് എന്നുള്ള പറയുന്നത്, ചിലർ പറയുന്നത് അതിന് മുൻപത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പരീശന്മാരോട് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ. പക്ഷേങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞു ശിഷ്യന്മാരോട് സംസാരിച്ചു തുടങ്ങി. ആ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നു. ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പ്രായോഗികമായ മണ്ഡലങ്ങളിലേക്ക് വരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എല്ലാവരും സ്തോത്രം പറയണമെന്ന് വലിയ ആഗ്രഹം എനിക്കില്ല. എന്നാൽ ഹൃദയത്തിൽ തൊട്ടാൽ സ്തോത്രം പറയുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. ഇപ്പം ഒരു അധ്യാപകനായിട്ടൊക്കെ വളർന്നതുകൊണ്ട് സ്തോത്രം ഒന്നും കേട്ടില്ലെങ്കിലും വചനം പറയാനുള്ള പ്രാഗൽഭ്യം കർത്താവ് തന്നിട്ടുണ്ട്. എങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇടർച്ച, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇടർച്ച, അതാണല്ലോ പ്രധാനമായി പറഞ്ഞു പോകേണ്ടത്. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവദാസന്, ശുശ്രൂഷകർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താം? ഒന്ന്, ഹിപ്പോക്രറ്റിക് ലൈഫ് കൊണ്ട്, എന്ന് പറഞ്ഞാൽ കപട ഭക്തിയുള്ള ജീവിതം കൊണ്ട്. നമുക്കറിയാം, എന്തിന് കൂടുതൽ വിശദീകരണവും ഗ്രീക്കും ഹീബ്രുവും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ 1 മണിക്കൂർ തന്നിരുന്നെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ ആപ്ലിക്കേഷൻ പാർട്ട് മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ വിടാം. ദൈവം പരസ്പരം സ്നേഹിക്കണം, കർത്താവ് സ്നേഹിക്കണമെന്ന് സ്റ്റേജിൽ ഘോരം പ്രസംഗിച്ച് കർത്താവിൻ്റെ മേശകളൊക്കെ നടത്തി കാൽവറി ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആഴത്തെ ഒക്കെ ജനത്തെ കണ്ണീർ ഒഴിക്കത്തക്ക നിലയിൽ വിവരിക്കുമ്പോൾ തന്നെ പരസ്പരം കണ്ടാൽ കടിച്ച് കീറുന്ന സ്വഭാവം കാണുമ്പോൾ അത് പാവപ്പെട്ട വിശ്വാസികളെ ബാധിക്കുന്ന ഒന്നാണ്. അത് നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നാം പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ സ്വഭാവത്തിന് ഇടർച്ച വന്നാൽ, നമ്മൾ പ്രായോഗികമായി പ്രകടമാക്കുന്നതിന് ഇടർച്ച വന്നാൽ, പാവപ്പെട്ട ചെറിയവരായ ഈ ചെറിയവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുമെന്ന് ഷാജി ഡാനിയൽ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. ശിഷ്യന്മാർക്ക് ഇടർച്ച വരുത്താം കപടഭക്തി കൊണ്ട്. വലിയ പ്രസംഗം പ്രസംഗിക്കാം, ദരിദ്രരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തുവാ നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ മുറിഞ്ഞ, അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ, എന്താ, മുറിഞ്ഞ കൈക്ക് ഉപ്പ് തേക്കാത്ത ധനികരായ ഭക്തന്മാർ. ഇതൊക്കെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല. പകരം വിശദീകരിക്കാൻ സമയമില്ല, മനസ്സിലേക്ക് ആശയങ്ങൾ വരുന്നുണ്ട്. എങ്കിലും എനിക്ക് തന്നിരിക്കുന്ന സമയം ആ ലെവലിൽ ക്രമീകരിക്കേണ്ടതുകൊണ്ട് ഇന്ന് രാത്രി PC നാക്കിൽ ഞാൻ ഇതുപോലെ പറയാൻ പറ്റിയ വേറൊരു സ്റ്റേജ് ഇല്ല. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇരുന്നു കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നും ഇത് വാച്ച് ചെയ്യുന്നു എന്ന തിരിച്ചറിവോടുകൂടെ വിളിച്ചു പറയട്ടെ, എൻ്റെ സഭയിലുള്ള വിശ്വാസിക്ക്, എൻ്റെ നഗരത്തിലുള്ള വിശ്വാസിക്ക്, എൻ്റെ പട്ടണത്തിലുള്ള വിശ്വാസിക്ക് ഞാൻ അവൻ്റെ വിശ്വാസത്തിൽ ഇടർച്ച വരുത്താം. എപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് കപട ഭക്തിയുടെ ലൈഫായി മാറുമ്പോൾ അവർ വിശ്വാസത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന, മറ്റുള്ളവരെ എഡിഫൈ ചെയ്യുന്ന ജീവിതത്തിൻ്റെ ശൈലി തരാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ഇനി ബാക്കിയുള്ളത് മറ്റുള്ള ദൈവദാസന്മാർ പൂരിപ്പിച്ചോളും. ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു വിടാം. കർത്താവ് അടുത്തടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഈ ഇടർച്ച വരുത്തരുത്, ഈ ചെറിയവനിൽ ഒരുത്തന് ഇടർച്ച വരുത്തരുത്. ഈ കാലത്തും വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തരുത്. കപടഭക്തിയാണെങ്കിൽ മറ്റൊന്ന് ദുരുപദേശങ്ങളാണ്. ദുരുപദേശങ്ങൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പെന്തിക്കോസ്തുകാരുടെ മാത്രമൊന്നുമല്ല, കരിസ്മാറ്റിക്കും ഒക്കെ ഇടങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ആത്മാവിൻ്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് തുള്ളിച്ചാടിച്ച് സന്തോഷിച്ച് കൈയടിപ്പിച്ച് ഞങ്ങൾ പാസ്റ്റർമാരൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു തൃപ്തി വേണം, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ ഒരൊറ്റ കുഞ്ഞ് തള്ളിയില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഒന്ന് തുള്ളിച്ചാടിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് പറയും വചനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന ആളുകൾ. അത് മതി എനിക്ക്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ തൊട്ട ആത്മാവിൽ തൊട്ടാൽ ഉടൻ താഴെ വീഴുന്നു, അതും പുറകോട്ട്. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ പേജ് ഞാൻ വായിച്ചണക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാരും ചത്ത് വീണതുപോലെ വീണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ തേജസ് കാണുമ്പോഴും ദൈവ സാന്നിധ്യം കാണുമ്പോഴും ഭയപ്പെട്ട ആരാധനയ്ക്കായി കവിണ് വീഴുകയും
അവരെ കൈപിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിവർത്തിയ ആത്മാവിനെ അല്ലാതെ മരിച്ചതുപോലെ താഴെയിടുന്ന ആത്മാവിനെ വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല. ഇനി പ്രോഗ്രസീവായിട്ട് ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ പല ഉപദേശങ്ങളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് രാത്രി ഞാനും വാസ്നേജിലൊക്കെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അല്ല വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ലഭിച്ചിരിക്കുന്ന 66 പുസ്തകങ്ങൾക്കപ്പുറത്ത് കർത്താവിൻ്റെ വരവ് വരെ മറ്റൊരു ഉപദേശം തരാൻ എൻ്റെ കർത്താവ് താല്പര്യപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സർവ ദുരുപദേശങ്ങളാലും വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഉള്ള കൊരയും ചുമയും ഉള്ള ചിരിയും തുപ്പലും സർവ പരിപാടികളും സഭയ്ക്കകത്ത് കയറിയേക്കുക. ഈ അടുത്തിടയ്ക്ക് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു, സിംഹം ഗർജിക്കുന്ന പോലെ ഒരു കൊച്ചങ്ങ് ആത്മാവിലായി ഗർജിക്കുക. കണ്ടോ? ഈ കൊച്ചിനി പൂച്ച കരയുന്ന പോലെ അല്ല, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈ സിംഹം ഗർജിക്കുന്ന പോലെ ആ കൊച്ച 10-15 വയസ്സ് കാണും, അതിൻ്റെ ശ്വാസകോശം മുഴുവൻ എടുത്തങ്ങ് അലറുക. സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കാൻ, പക്ഷെ എന്നിട്ടും പൂച്ചയുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല. ഈ പറയുന്ന ദൈവദാസൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുക, കണ്ടോ ഇനിയും തൊട്ട് ഗർജിക്കുന്നത് പോലെ സിംഹം ഗർജിക്കണം. ഇതൊക്കെ എവിടുന്ന് വന്ന പഠിപ്പീരാണെന്നറിയുന്നില്ല. പ്രിയ ദൈവത്തിൻ്റെ ദാസന്മാരെ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സഭകളെ വചനം പഠിപ്പിച്ച് വചനത്തിൻ്റെ ഉറപ്പിന്മേൽ നിർത്തി അവർക്ക് കാവൽക്കാരാക്കി നിർത്താൻ പ്രായമുള്ള ദൈവദാസന്മാർ, ബലവാന്മാരായ ദൈവദാസന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാരെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആത്മാവിലുള്ള ദുരുപദേശമോ മറ്റൊരു ദുരുപദേശം കൊണ്ടും പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിച്ചു കളയുവാൻ, അവരെ ഉറപ്പിൽ നിന്ന് താഴെ വീഴ്ത്തുവാൻ ഒരൊറ്റ കുഞ്ഞിനും വിട്ടുകൊടുക്കരുത്. അത് ദുരുപദേശത്തിന്റെ വാളുകളാണ്. അത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിന് ഉറപ്പുണ്ട്. അത് ഈ മണൽമേൽ പണിഞ്ഞ വീടൊന്നുമല്ല, അത് പാറമേൽ പണിഞ്ഞ വീടാണ്. പാറമേൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞ വീടാണ് വിശ്വാസത്തിൻ്റെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ നടത്തുന്നവർ ഏതെങ്കിലും ഇഗ്നോറൻസിലാണെങ്കിൽ ദൈവം ക്ഷമിക്കട്ടെ. അല്ല, മനഃപൂർവ്വം പണം സമ്പാദിക്കാനായിട്ട് പാവപ്പെട്ടവനെ ഈക്കിളിപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ഇളക്കി ധനം സമ്പാദിക്കാനുള്ളതാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം തന്നെ അതിന് ജഡ്ജ്മെന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെന്റ്, അവൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തിൽ വീഴുന്നതിനേക്കാൾ അവനെ എന്ത് ചെയ്തേക്കാനാ പറഞ്ഞേ? ഒരു തിരികല്ല് കെട്ടി അങ്ങ് ആഴത്തിൽ ഇട്ടേക്കാനാ പറഞ്ഞേക്കുന്നത്. ഞാനൊരു ദൈവദാസനോട് ചോദിച്ചു, ദൈവദാസനെ ഇതെന്തിനാ ഈ തിരികല്ല് കെട്ടി അങ്ങ് ആഴത്തിൽ ഇടേണ്ട കാര്യം? അന്നേരം പുള്ളി തമാശക്ക് എന്നോട് പറയുക, ഒന്നുമില്ല, ഇച്ചിരി വെള്ളം കുടിച്ച് ചാകാമല്ലോ. ഒരു ചുരുക്കി ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആത്മനിറവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ദൈവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞാരാധിപ്പാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ മിനിസ്ട്രി കൊണ്ടോ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ ടീച്ചിങ് കൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ ഏത് നിലയിലും ബലഹീന വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഇടർച്ച വരുവാൻ കാരണമായി തീരുന്നെങ്കിൽ അത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പേൻ. രണ്ടാമത് കർത്താവ് ഇവിടെ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിച്ചോ? 3-ാം വാക്യത്തിൽ, സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. അടുത്തത്, ദിവസത്തിൽ 7 വട്ടം, ഒന്ന് ചേർന്ന് എന്നോട് പറഞ്ഞേ, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം വന്ന് നിന്റെ അടുക്കൽ വന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടാൽ ക്ഷമിക്കണം. ഫോർഗീവ്നെസ് മാനസാന്തരത്തിന്റെ ഫലമാണ്. ഫോർഗീവ്നെസ്. ഈ ഫോർഗീവ്നെസ് ഇല്ലെങ്കിൽ ഇന്ന് സഭകളിലും വിശ്വാസികളുടെ ഇടയിലും എല്ലായിടവും നടക്കുന്ന സർവ തകർച്ചയ്ക്കും കാരണം ഈ ക്ഷമയില്ലാത്ത. എന്താ ഈ ക്ഷമയില്ലെന്ന് പറഞ്ഞാൽ? ക്ഷമ പ്രസവിച്ചാൽ, ഞാൻ സാധാരണ ആളുകളോട് പറയാറുണ്ട്, ഈ ക്ഷമയില്ലായ്മ പ്രസവിച്ചാൽ
അതിൻ്റെ റിസൾട്ട് ബിറ്റർനെസ് ആണ്, കയ്പാണ്. കയ്പ് ഇങ്ങനെ കയ്പുണ്ടാകും. കയ്പുണ്ടായി കഴിഞ്ഞാൽ, ഞാൻ ചർച്ചകളിലും പഠിപ്പിക്കുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ബിറ്റർനെസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനിഷനുണ്ട്. എന്താണെന്നറിയാമോ? ബിറ്റർനെസ്സിൻ്റെ ഡെഫിനിഷൻ: എ പേഴ്സൺ ഡ്രിങ്ക് പോയിസൺ ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ അതർ പേഴ്സൺ ടു ഡൈ. പിടികിട്ടി കാണും. ഒരുത്തൻ വിഷം കുടിച്ചിട്ട് മറ്റൊരുത്തൻ ചാകാൻ കാത്തിരിക്കുക. ബിറ്റർനെസ് ഉള്ള ഉപദേശി പ്രസംഗിക്കുമ്പോഴും ചത്തോണ്ടിരിക്കുക. കയ്പുള്ള വിശ്വാസി കൈയടിച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചത്തോണ്ടിരിക്കുക. എൻ്റെ കാരണം, ഈ കയ്പിൻ്റെ അൺഫോർഗീവ്നെസ്സിൻ്റെ വിഷം ഉള്ളിൽ കയറിയിരിക്കുന്നത് കൊണ്ട് അവൻ ഡെയിലി മരിച്ചോണ്ടിരിക്കുക. പക്ഷെ അവൻ നോക്കിയിരിക്കുന്നത് മുഴുവൻ അടുത്ത ആൾ മരിക്കാനായിട്ടാണ്, അറിയുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വചനം പഠിപ്പിക്കുമ്പോൾ, ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുക, 7 വട്ടം പിഴച്ചിട്ട് 7 വട്ടം ക്ഷമ ചോദിച്ചാൽ 7 വട്ടം നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ദേഷ്യം വരുന്ന പരിപാടി. എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ എത്ര ചെല്ലിയ ക്ഷമിക്കുന്നേ? 7 വട്ടം എന്നൊക്കെ 70 വട്ടം എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്നോട് 6 പ്രാവശ്യം പിഴച്ച് 6 വന്നാലും 7 പ്രാവശ്യം ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. ഒരു ദിവസത്തെ കാര്യം. ആരെ ഇറിറ്റേറ്റ് ചെയ്യാത്തത്? ഒരു ദിവസം 7 വട്ടം പിഴച്ചിട്ട് 7 വട്ടവും വന്ന് ക്ഷമ ചോദിച്ചാൽ. എന്നാൽ കർത്താവ് പറഞ്ഞു, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ഇന്ന് ഈ പീസീനാക്കിൻ്റെ സെക്കൻഡ് രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും മറ്റൊരാളോട് കയ്പോ നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യമോ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ ഫലത്തെ പറ്റി ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് കൃപ ചോദിക്കണം. കർത്താവേ, എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ. ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ ശിഷ്യന്മാർ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കേൾക്കുന്ന പോലെ, നിങ്ങളുടെ ആ പലരുടെ മനസ്സിൽ ചോദ്യം വന്നില്ലേ, പാസ്റ്ററെ ഇത് പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷേ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം വന്നില്ലേ? ഒരു പക്ഷേ ശിഷ്യന്മാരുടെ മനസ്സിലും അത് വന്നു കാണും. അവരുടനെ കർത്താവിനോട് പറയുകയാണ്, അവരുടെ ബലഹീനതയൊക്കെ അവർക്ക് പിടികിട്ടി, പ്രയാസമൊക്കെ അവർക്ക് പിടികിട്ടി. അവർ പറയുക, ഇത്രയും പ്രാക്ടിക്കലി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങയിലുള്ള ട്രസ്റ്റിൻ്റെ ആഴം വർദ്ധിച്ചേ പറ്റത്തുള്ളൂ, അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് നടത്തണമെങ്കിൽ വെറും ഒരു ഇമോഷണൽ ലെവലിൽ, ഒരു ഉപരിമണ്ഡലത്തിൽ, വൈകാരിക മണ്ഡലത്തിൽ മാത്രം നിൽക്കണമെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാർ ഈ സ്റ്റേജിൽ ഇളക്കിയാൽ മതി. പാട്ടുകൾ പാടുന്ന ദൈവദാസന്മാർ നിന്നുകൊണ്ട് ശക്തമായി മനസ്സിനെ തൊടുന്ന കാര്യങ്ങൾ പറഞ്ഞ് പാട്ടുകൾ ലീഡ് ചെയ്താൽ മതി. ഡ്രം പ്ലേ ചെയ്യുന്ന എൻ്റെ മോൻ ഉൾപ്പെടെ ഇന്നലെ രാത്രിയുടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊയറിന് ഡ്രംസ് പ്ലേ ചെയ്തു. അവരുടെ ഡ്രംസിന്റെ ഒച്ചയും ശബ്ദവും ഒക്കെ ഒന്ന് വർദ്ധിച്ചാൽ വൈകാരിക മണ്ഡലത്തിൽ ഇളകാൻ സാധിക്കും. എന്നാൽ ആന്തരിക മണ്ഡലത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി പ്രായോഗികമായ ജീവിതത്തിൽ നയിക്കണമെങ്കിൽ നിന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല, നിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല. അതിന് ശിഷ്യന്മാർ വിളിച്ചു പറയുക, കർത്താവേ, ഈ എളിയവരുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഇന്ന് രാത്രി കരമുയർത്തി ഒന്ന് വിളിച്ചു പറയാമോ? ഹല്ലേലൂയ പറയണ്ട, ഹല്ലേലൂയ പറയണ്ട, ഞാൻ ഈ പറയുന്ന പോലെ കരമുയർത്തി ഒന്ന് വിളിച്ചു പറ. അപ്പോ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഒരു നിമിഷം എടുത്തൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ, കർത്താവേ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നയിപ്പാൻ, ആ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉടനെ മറുപടി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും ഈ ക്യാൻസർ രോഗമൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഈ വാക്ക് കോട്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയൊക്കെ ഇങ്ങ് പോകുമെന്ന് പറയുന്നേ. നമ്മുടെ ഭൗതികമായിട്ടൊക്കെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം കോട്ട് ചെയ്ത് പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്നെ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരാശയം ഞാൻ നിങ്ങളോട് പറയാം. മുകളിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ചു വരുന്ന വചനങ്ങളുണ്ട്. പ്രായോഗികമായ ക്രിസ്ത്യ ആരെയും വിശ്വാസത്തിൽ തളർത്തിക്കളയാത്ത ജീവിതം, മാനസാന്തരത്തിൻ്റെ ജീവിതം.
എത്ര എന്നോട് കയ്പായി ഇടപെടുന്നവനോടും, എനിക്ക് ദ്രോഹം ചെയ്യുന്നവനോടും, എന്നെ പിടിച്ചിടാൻ ശ്രമിക്കുന്നവനോടും, എന്നെ തളർത്തിക്കളയാൻ ശ്രമിക്കുന്നവനോടും സ്നേഹത്തോടെ ഞാൻ ഇടപെടും. ക്ഷമയുടെ ആത്മാവിൽ ഞാൻ ഇടപെടും. ഇത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിലും ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ, വിശ്വാസം വർദ്ധിക്കാമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കാമെങ്കിൽ, അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രായോഗിക ജീവിതം നയിപ്പാനിടയായി തീരും. കർത്താവിന് മറുപടി കൊടുത്ത വാചകം ഇവിടെ എഴുതിയിരിക്കുക. എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇന്ന് കേട്ടണേ, കാട്ടത്തി, ചിലർ പറയുന്ന മൾബറി, അതിൻ്റെ ഒരു പഠനം ഞാൻ നടത്തിയപ്പോൾ പറഞ്ഞു ബ്ലാക്ക് മൾബറി, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ റൂട്ട് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. വളരെ ഡീപ്പ് റൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏത് ട്രാൻസ്ലേഷൻ എടുത്താലും ഇത് ഡീപ്ലി റൂട്ടഡ് ആണ്. ഈ ഡീപ്ലി റൂട്ടഡായ കയ്പ് ഡീപ്ലി റൂട്ടഡ് ആണ്, അല്ലേ? നിനക്ക് മറ്റുള്ളവനോടുള്ള വെറുപ്പ് ഡീപ്ലി റൂട്ടഡ് ആണ്. നിന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന വൂൺസ് അത് ഡീപ്ലി റൂട്ടഡ് ആണ്. മറ്റൊരുത്തൻ നിന്നെ വേദനിപ്പിച്ചത് അത് ഡീപ്ലി റൂട്ടഡ് ആണ്. നിന്റെ പിതാവും മാതാവും നിന്നെ ഇറക്കി വിട്ടപ്പോൾ നിനക്കുണ്ടായ വിഷമം അത് ഡീപ്ലി റൂട്ടഡ് ആണ്. നിന്റെ പാസ്റ്റർ നിനക്കെതിരെ മുഖം തിരിച്ചപ്പോൾ അത് ഡീപ്ലി റൂട്ടഡ് ആണ്. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ കരം തരാതെ പോയപ്പോൾ അത് ഡീപ്ലി റൂട്ടഡ് ആണ്. ഇങ്ങനെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള വേദനയുടെ നടുവില്, ഹല്ലേലൂയ, ഹർട്ടുകളുടെ നടുവില്, മുറിവുകളുടെ നടുവിൽ ആയിരിക്കുന്ന സമയത്ത് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എത്ര അപ്രൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെയും, എത്ര പറിച്ചെടുക്കാൻ പറ്റാത്ത കാര്യത്തെയും, എത്ര മല പോലുള്ള കാര്യത്തെയാണെങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, മാനസാന്തരപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ ശിഷ്യൻ പ്രാർത്ഥിച്ചാൽ, എത്ര അപ്രൂട്ട് ചെയ്യാൻ പറ്റാത്ത വിഷയത്തെയും അതിന്റെ റൂട്ടോടെ പറിച്ചെടുത്ത് മേലിൽ തിരിച്ചു വരാൻ പറ്റാത്ത നിലയിൽ കടലിന്റെ ആഴത്തിൽ തള്ളിയിടുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നവർ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് പുകഴ്ച അർപ്പിക്കട്ടെ. എത്ര വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത വ്യക്തിയുണ്ട്? എത്ര വർഷങ്ങളായിട്ട് കണ്ടാൽ കടിച്ചു കീറാൻ നോക്കുന്ന, കണ്ടാൽ മാറിപ്പോകുന്ന, എന്നിട്ട് പറയാ ഒരപ്പത്തിന്റെ അവകാശിയാ പോലും. ഹല്ലേലൂയ. എന്നിട്ട് പറയാ ഒരപ്പത്തിന്റെ അവകാശിയാ. കണ്ടാൽ കൈ കൊടുക്കാൻ മടിച്ചിട്ട് മാറിപ്പോകാൻ ഒത്തുനോക്കുന്ന അവസരത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ അപ്പനോടായിരിക്കാം നിനക്ക് കയ്പ്, നിന്റെ അമ്മയോടായിരിക്കാം നിനക്ക് കയ്പ്, നിന്റെ മക്കളോടായിരിക്കാം നിനക്ക് കയ്പ്. മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടും മാറ്റുവാൻ കഴിയാത്ത നിലയിൽ, ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ക്ഷമിക്കുവാൻ കഴിയാത്ത നിലയിൽ, വിഷമത്തകത്ത് അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഊണ്ടുകളുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന ഇതാണ്. ഇവിടെ ഈ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര അപ്രൂട്ട് ചെയ്യാൻ പറ്റാത്ത വിഷയവും അപ്രൂട്ട് ചെയ്യപ്പെടുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇവിടുന്ന് പോകുമ്പോ സ്വാതന്ത്ര്യത്തോടെ പോകണം. ഇവിടുന്ന് പോകുമ്പോ ഭാരത്തോടല്ല പോകേണ്ടത്, സ്വാതന്ത്ര്യത്തോടെ പോകുവാൻ കർത്താവിടയാക്കണം. അടുത്ത 5 മിനിറ്റ് കൂടെ എൻ്റെ മുന്നിലുള്ളത് നിർത്താൻ ഞാൻ. അടുത്ത ആറ്റിറ്റ്യൂഡ്, മാനസാന്തരത്തിന് യോഗ്യമായ ആറ്റിറ്റ്യൂഡ് ഹ്യൂമിലിറ്റിയാണ്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 7 മുതൽ 10 വരെ ഒരു ദാസൻ വയലിൽ ജോലിയെല്ലാം ചെയ്ത്, ഞാൻ പാരഫ്രൈസ് ചെയ്ത് അങ്ങ് പറഞ്ഞേക്കാം, ജോലിയെല്ലാം ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ യജമാനൻ കയറി ഇരിക്കുക ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ. അപ്പോൾ ഏതെങ്കിലും യജമാനൻ പറയുമോ ഈ ദാസനോട്, നീ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോളാൻ? പകരം അവൻ എത്ര ക്ഷീണിച്ചാലും, എത്ര ജോലി ചെയ്ത് ടയർഡായിട്ട് തിരിച്ചു വന്നാലും ഈ യജമാനന് ഫുഡ് സെർവ് ചെയ്യണം. എന്നിട്ട് സെർവ് ചെയ്തിട്ട് പറയണം, എന്താ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ. വയല് മൊത്തം ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത്
വെളുപ്പിനെ എഴുന്നേറ്റ് പോയി ചെയ്തിട്ട് വന്ന് ഇവിടെ വന്ന് ടയർഡായി വേർത്ത് കുളിച്ച് നിന്നപ്പോ ഇപ്പൊ ദാണ്ട് ഡിന്നർ സെർവ് ചെയ്യണം. ഡിന്നറും സെർവ് ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന ദാസനോ പറയണം പോലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. പിടികിട്ടിയ മാനസാന്തരപ്പെട്ടവന്റെ ലക്ഷണം അപ്രീഷിയേഷന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദാസന്മാരാണ്. വചനം പഠിച്ചാൽ മനസ്സിലാകും. ടയർലെസ് ആയിട്ട് ജോലി ചെയ്യാനാ ദാസനായിട്ട് വിളിച്ചേക്കുന്നത്. പീസിനൊക്കെ ഏറ്റവും നന്നായിട്ട് നടക്കുന്നെങ്കിൽ എൻ്റെ ഫിന്നി പാസ്റ്ററെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ സ്വോത്രം പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടിയല്ല നമ്മൾ നടത്തുന്നത്. അന്നേരവും വിളിച്ചു പറയണം, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ. ഹല്ലേലൂയ, ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പ്രിയ ദൈവദാസന്മാരെ, ഇവിടെ സ്റ്റേജുകളിൽ ഞങ്ങൾ മാറി മാറി പ്രസംഗിക്കുന്നു, ലീഡ് ചെയ്യുന്നു, ശുശ്രൂഷിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാൻ അഭിഷേകമുള്ള ദൈവദാസന്മാർ അത് ചെയ്യുന്നു. പല ശുശ്രൂഷകൾ ഇവിടെ ചെയ്താലും ഒരു മനുഷ്യന്റെയും അപ്രീഷിയേഷൻ അല്ല ആവശ്യമായിരിക്കുന്നത്. പകരം സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയണം, അപ്പോ അങ്ങയെ ശുശ്രൂഷിക്കാൻ ഒരവസരം കൂടെ തന്നതിന്, അങ്ങയുടെ നാമത്തിൽ ഇരിപ്പാൻ ഒരവസരം കൂടെ തന്നതിന്, അങ്ങയെ ആരാധിപ്പാൻ ഒരവസരം കൂടെ തന്നതിന്, അങ്ങയുടെ ടേബിളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ ഒരവസരം കൂടെ തന്നതിന്, എന്നെ അതിന് തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി പറയുന്നെന്ന് പറയാൻ ഇന്ന് രാത്രി പീസിനാക്കിൽ വന്നിരിക്കാൻ ദൈവം അനുവാദം തന്നതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കട്ടെ. ഇന്നിവിടെ വന്നിരിക്കുന്നത് ദൈവം നിന്നെ മാനിച്ചതാണെന്ന്, ദൈവം തന്ന പദവിയാണെന്ന് തിരിച്ചറിയുന്നവർ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എനിക്ക് തന്ന ഈ സമയം ഇവിടെ തീരാൻ 2 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്തിലുള്ള മറ്റയജമാനന്മാരുടെ കാര്യം ആ കർത്താവ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കർത്താവ് അങ്ങനെയുള്ള യജമാനനല്ല കേട്ടോ. നിന്റെ വിയർപ്പ് കാണുന്ന യജമാനനാ, നിന്റെ ക്ഷീണം കാണുന്ന യജമാനനാ. അത് മാത്രമല്ല, അവൻ ഇരിക്കുന്നിടത്ത് ഇരുത്തി നിനക്കാഹാരം തരുന്ന യജമാനനെ സേവിക്കുന്നത്. ലോകത്തിലെ മറ്റയജമാനന്മാരെ പോലെ ഒരയജമാനനല്ല എൻ്റെ യേശു. യേശു തമ്പുരാൻ ആ കോണ്ടക്സിൽ ആ ഉദാഹരണം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ യേശു വ്യത്യസ്തനാ. അവൻ നമ്മെ സ്നേഹിക്കുന്നവനാ. അവനെ സേവിക്കുന്നിടത്തോളം, അവനെ ആരാധിക്കുന്ന അവന്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്നിടത്തോളം ഭാഗ്യം വേറൊന്നുമില്ല. ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാൽ കർത്താവ് ഇങ്ങോട്ട് തന്നോളും. നീ ചെയ്യുന്നതിന് പ്രതിഫലം തരുന്ന ദൈവം, നീ തരുന്നതിന് മാനിക്കുന്ന ദൈവം, അവൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുന്ന ദൈവം. അവൻ പറയുക, താഴ്മയോടെ ദൈവത്തെ സേവിച്ചോളൂ. വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കുന്നു. മറ്റൊരു വ്യക്തിക്കും ഇടർച്ച വരുത്താത്ത ജീവിതം, എല്ലാവരോടും ക്ഷമിക്കുന്ന ജീവിതം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് അകത്തുള്ള എന്ത് വേദനയാണെങ്കിലും അത് നീക്കപ്പെടാൻ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന ജീവിതം. മാത്രമല്ല, കർത്താവിനെ സേവിക്കാൻ പദവി ലഭിക്കും തോറും ഉയരും തോറും താഴ്മയുടെ മനോഭാവം ധരിക്കുന്ന ജീവിതം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പീൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജീവിപ്പീൻ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചന കേട്ട് വാസ്തവമായി ദൈവശബ്ദം കേട്ടു എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ നമുക്ക് വീണ്ടും ദൈവം എനിക്ക് നൽകി തന്ന ഒരു ദൂത് നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റിലേക്ക് നമുക്ക് കടന്നു പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണല്ലോ നമ്മുടെ ടെക്സ്റ്റ്. ഈ ഒരു വേദിയിൽ ശുശ്രൂഷിക്കണം എന്ന് എന്നോട് പറഞ്ഞ സമയം മുതൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്ത് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഏകദേശം 7 മെസ്സേജ് കേട്ടു. എല്ലാവരും ആത്മനിറവോട് ഈ വിഷയത്തിന് ആധാരമായി പ്രത്യേകമായി ഇന്ന് പകല് വളരെ നല്ല രീതിയിൽ തീം പ്രസന്റ് ചെയ്തു. ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കോസ് എഴുതുന്ന സുവിശേഷം 5 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിനകത്ത് വെക്കുന്നു. നമ്പർ 1, ദ ബാക്ക്ഗ്രൗണ്ട്.
ലൂക്കോസ് തിയോഫിലസിന് എഴുതുന്നു. തിയോഫിലസിന് അത് എഴുതുമ്പോൾ ഹീസ് എക്സ്പെക്ടിങ് ദാറ്റ് ദിസ് വിൽ ഗോ ടു ദ ചർച്ച്. ഇത് ദൈവസഭയ്ക്ക് കടന്നു പോകും എന്ന് താൻ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹം എഴുതുന്നത്. അപ്പോൾ തന്നെ താൻ എഴുതിയ കാര്യം ആക്യുറേറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി 4 ആക്യുറസി ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ആക്യുറസി, ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടം. ചാപ്റ്റർ 1 ഹേറോദിന്റെ കാലഘട്ടത്തിൽ, ചാപ്റ്റർ 2 സീസർ അഗസ്റ്റസിന്റെ കാലഘട്ടത്തിൽ, ചാപ്റ്റർ 3 ടിബറിയാസ് സീസറിന്റെ കാലഘട്ടത്തിൽ. ദാറ്റ് മീൻസ് ഹീസ് ടെല്ലിംഗ് ദാറ്റ് ഞാൻ എഴുതുന്നത് വളരെ ശക്തമായി കറക്റ്റ് ടൈമിങ്ങിലൂടെ എഴുതുന്നത്. അതിൻ്റെ പൊളിറ്റിക്കൽ ആക്യുറസി താൻ ആദ്യം പറയുന്നു. 2 ഹിസ്റ്റോറിക്കൽ ആക്യുറസി പറയുന്നുണ്ട്. താൻ പറയുന്നു ആ സമയത്ത് ഗവർണർ ആയിരുന്ന പൊന്റിയസ് പൈലറ്റ്, ടെട്രാക്ക് ആയിരുന്ന ഹെറോദ് അന്റിപ്പാസ്, ഫിലിപ്പ് ലസാനിയസ്. ദാറ്റ് മീൻസ് ഹിസ്റ്റോറിക്കലി ഇത് ആക്യുറേറ്റ് ആണെന്ന് ലൂക്കോസ് എഴുതുന്നു. മൂന്നാമത്തെ കാര്യം, റിലീജിയസ്ലി ഇത് ആക്യുറേറ്റാ. 3-ാം അധ്യായത്തിൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് 2 ഹൈ പ്രീസ്റ്റുമാരുടെ പേര് തരുന്നുണ്ട്, അന്നാസ് ആൻഡ് കയ്യാഫാസ്. ദാറ്റ് മീൻസ് റിലീജിയസ്ലി ഇത് ആക്യുറേറ്റ് ആയിരിക്കുന്നു. 4-ാമത്തെ ഒരു ആക്യുറസി അവിടെ പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതുമ്പോൾ താൻ ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 3 and 4 കോട്ട് ചെയ്തുകൊണ്ട് എഴുതുന്നത്. ദാറ്റ് മീൻസ് പൊളിറ്റിക്കലി ആക്യുറേറ്റാ, ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റാ, റിലീജിയസ്ലി ഇത് ആക്യുറേറ്റാ. അതുമാത്രമല്ല ഇത് സ്ക്രിപ്ചറലി ആക്യുറേറ്റാ. ഇത്രയും ആക്യുറസി പറഞ്ഞതിൻ്റെ ശേഷമാണ് താൻ യോഹന്നാനെ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത് ഒട്ടും മാറ്റമില്ല. ഈ പറഞ്ഞ ജനത്തോട് നിങ്ങൾ പോയി ചോദിച്ചോ, ഈ പൊളിറ്റിക്കൽ ആക്യുറസിയും ഹിസ്റ്റോറിക്കൽ ആക്യുറസിയും റിലീജിയസ് ആക്യുറസിയും സ്ക്രിപ്ചറൽ ആക്യുറസിയും ഉണ്ടെങ്കിൽ അടുത്തതും ഞാൻ പറയാൻ പോകുന്നത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. താൻ പിന്നെടുത്ത് പറയുന്നത് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ ഈസ് ദ കോൾ. ശ്രദ്ധിച്ചേ, ആ കോളിനെ കുറിച്ച് നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ എഴുതിക്കുന്നത് ദ വേർഡ് ഓഫ് കോൾ. ലൂക്കോസ് എഴുതുന്നത് ദ വേർഡ് ഓഫ് ഗാഡ് came upon John the son of Zechariah. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ മുകളിൽ വരുന്നു. കാനോണിക്കലി when was the last time the word of God came? അവസാനമായി എപ്പോഴാ ദൈവത്തിൻ്റെ വചനം വന്നത്? കാനോണിക്കലി ഏകദേശം 400-ലധികം വർഷം മുമ്പേ, അല്ലെങ്കിൽ കൂടുതൽ, ചിലർ പറയും 500 വർഷത്തിന് മുമ്പേ അവസാനമായി കാനോണിക്കലി വേർഡ് ഓഫ് ഗോഡ് വന്നത് മലാക്കി പ്രവചനത്തിലാണ്. മലാക്കി പ്രവചനത്തിന് ശേഷം 400 വർഷത്തെ സൈലൻസിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാന്റെ മേൽ ഇറങ്ങുന്നു. നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും മെസ്സേജിന് ഒരു മാറ്റമില്ല, മെസ്സഞ്ചറിന് മാറ്റമുണ്ട്. മലാക്കി എവിടെ അവസാനിച്ചത്? മലാക്കിന്റെ പ്രസംഗത്തിന്റെ 4 മുഖ്യ പ്രസംഗങ്ങളാ യോഹന്നാൻ സ്നാപകൻ ഇവിടെ പ്രസംഗിക്കുന്നത്. ദാറ്റ് മീൻസ് വേർ മലാഖായി സ്റ്റോപ്ഡ്, ഹിയർ ജോൺ ബിഗിൻസ്. അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം, 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും മെസ്സേജിന് മാറ്റം വന്നിട്ടില്ല, മെസ്സഞ്ചർ മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ മാസ്കുകളും മാറിയാലും ആൾക്കാർ വന്നാലും പോയാലും ദൈവത്തിനൊരു മാറ്റമില്ല, ദൈവത്തിൻ്റെ ശബ്ദത്തിനൊരു മാറ്റമില്ല. അന്ന് 400 വർഷത്തിന് ശേഷം യോഹന്നാൻ എഴുന്നേറ്റ് അതേ മെസ്സേജ് എടുത്ത് പറയുമ്പോൾ ഇന്ന് 2000 വർഷത്തിന് ശേഷവും അതേ മെസ്സേജിന് വളരെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ദൈവസഭ അതിനൊന്ന് പ്രതികരിക്കാൻ പറ്റുമോ എന്ന്? ആമേൻ. മെസ്സഞ്ചർ മാറിയിട്ടില്ല, മെസ്സഞ്ചർ മാറി, മെസ്സേജ് മാറിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം ദ മെസ്സേജ് ഇറ്റ് സെൽഫ്. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ പോകുന്ന മെസ്സേജ് എന്തുവാ? യോഹന്നാൻ സ്നാപകൻ പറയുന്ന 2 മെസ്സേജ് ഇവിടെ. മെസ്സേജ് നമ്പർ 1, താൻ വാ തുറക്കുന്ന മെസ്സേജ് ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പ സന്തതികളെ എന്ന ആദ്യത്തെ മെസ്സേജ് വരുന്നത്. ഈ സർപ്പ സന്തതികളെ എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഒന്ന് നോക്കണം. അതിൻ്റെ അർത്ഥം താൻ ഈ പറയുന്ന ആരോടാ? മാനസാന്തരത്തിന്റെ സ്നാനത്തിന് വേണ്ടി കടന്നു വന്ന ഒരു കൂട്ട ജനത്തോട് നോക്കി പറയുക, സ്നാനപ്പെടാൻ വന്ന ഒരു ജനത്തെ നോക്കി പറയുക, സർപ്പസന്തതികളെ. ഇവരുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ചിന്ത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യോഹന്നാൻ അത് പറയുന്നത് തന്നെ. രണ്ടാമത്തെ തൻ്റെ മെസ്സേജ് bear the fruit worthy of repentance. രണ്ടാമത്തെ മെസ്സേജ് താൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഈ 2 മെസ്സേജാണ് പറയുന്നത്.
അങ്ങനെ ഈ 3 പോയിന്റും തള്ളി മാറ്റട്ടെ. 4-മത്തെ ദ കാർഡിനൽ ഓഫ് ദ മെസ്സേജ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട്. ഈ മെസ്സേജിന് റെസിപ്പിയൻസിനൊന്ന് നമുക്ക് നോക്കാം. ആരാ ഈ മെസ്സേജ് റിസീവ് ചെയ്തത്? ഈ അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ 4 റെസിപ്പിയൻസ് ഉണ്ട്. ഇവിടെ 4 കൂട്ട ജനമാ, 4 കൂട്ട ജനത്തോടാ യോഹന്നാൻ സ്നാപകൻ ഈ മെസ്സേജ് പറയുന്നത്. ഇതിനകത്ത് 4 കൂട്ട ജനമുണ്ട്. നമ്പർ 1, മൾട്ടിറ്റ്യൂഡ്. അവിടെ എഴുതിക്കുന്നത് ക്രൗഡ് എഴുതിക്കുന്നത്. എ ക്രൗഡ് ഹു കെയിം ടു ബി ബാപ്റ്റൈസ്ഡ് ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ആൻഡ് ദാറ്റ് ബാപ്റ്റിസം ഈസ് ദ ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. മാനസാന്തരത്തിന്റെ സ്നാനം. സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമ്മേർഷൻ ആണെന്നല്ലേ, മുങ്ങല. അങ്ങനാണെങ്കിൽ മാനസാന്തരത്തിന്റെ സ്നാനം എന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കേണ്ടത്? മാനസാന്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങുക. അങ്ങനാണെങ്കിൽ ഈ ഫസ്റ്റ് ക്രൗഡിനെ ഒന്ന് ശ്രദ്ധിച്ചേ. മൾട്ടിറ്റ്യൂഡ്. ഈ ഒരു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പസന്തതിയെ എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിനകത്തൊരു കാര്യമുണ്ട്. അത് യോഹന്നാൻ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന്. പക്ഷേ ആത്മാവിൽ നിറഞ്ഞ യോഹന്നാൻ പറയുന്നു, നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടും നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയല്ല, സർപ്പത്തിൻ്റെ സന്തതിയാണ്. ആ സർപ്പത്തിന്റെ സന്ധി എന്ന ശാപവാക്കിനേക്കാൾ ഉപരിയായി അതിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സാത്താന്റെ സന്തതിയാണെന്ന് പറയുന്നതാ, അബ്രഹാമിന്റെ സന്തതിയല്ല. അപ്പോഴത്തേക്കിന് ഇവർക്കെല്ലാം ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഇവരോട് ഇവർ തന്നെ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ അത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. 2 വസ്ത്രമുള്ളവർ ഒരാൾക്ക് വേറെ കൊടുത്തോണം. ഫുഡില്ലാത്ത അധികം ഫുഡ് ഉണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് കൊടുക്കണം. അതിൻ്റെ അർത്ഥം ഈ 4 കൂട്ട ജനത്തെ നോക്കുമ്പോൾ ഈ 4 കൂട്ടം വീണത് വേറെ വേറെ കാര്യത്തിലാണ്. ഈ 4 കൂട്ടം അന്ന് യഹൂദ മതത്തിലാണെങ്കിൽ ഇന്ന് ഈ 4 കൂട്ടം ക്രിസ്തീയ സഭയ്ക്കകത്ത് ഈ 4 കൂട്ടമുണ്ട്. നമ്പർ 1 ഈസ് മൾട്ടിറ്റ്യൂഡ്. ഇവരുടെ എന്തുവാ കുഴപ്പം? ഇവരുടെ കുഴപ്പം പാസ്റ്റർ ഷാജി ഡാനിയൽ ഇപ്പം പറഞ്ഞോളൂ, നമ്മൾ ഇന്നലൊക്കെ കേട്ടു. ഹിപ്പോക്രസി. ഇവരുടെ ഹിപ്പോക്രസി എന്തുവാ? കപടഭക്തി എന്തുവാ? ഹിപ്പോക്രസി മാത്രമല്ല, പ്രൈഡുമുണ്ട്. കപടഭക്തി എന്തുവാ? കപടഭക്തി. അവർ പറയുന്ന ഭക്തി, നിങ്ങൾ എന്തുവാ പറയുന്ന? മാനസാന്തര സ്നാനമൊക്കെ ഞങ്ങൾ വന്നു, പക്ഷെ ഞങ്ങളുടെ പിതാവ് അബ്രഹാം തന്നെയാ, ഞങ്ങളുടെ അബ്രഹാമിന്റെ മക്കളാ. അപ്പോൾ ആ യോഹന്നാൻ പറയുന്ന ആത്മനിറവിൽ പറയുന്നത്, ഈ വംശാവലിയിൽ ജനിച്ചതും കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായി മാറുന്നില്ല. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, 3-ാം അധ്യായം 9-ാം വാക്യം, വിശ്വാസത്തിലുള്ളവർ മാത്രമേ അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്നു. 9-ാം വാക്യം 27-ാം വാക്യത്തിൽ ഇങ്ങനെ, 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു, യേശു ക്രിസ്തുവിൽ ജനിച്ചവരെല്ലാം അബ്രഹാമിന്റെ സന്തതിയാകുന്നു. അങ്ങനാണെങ്കിൽ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല. ലീനിയേജിൽ എത്തിയതും കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല. ദൈവത്തിന് അബ്രഹാമിന്റെ സന്തതി ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങളെ ആവശ്യമില്ല, ലീനിയേജിന്റെ ആവശ്യമില്ല, പാരമ്പര്യത്തിന്റെയും ആവശ്യമില്ല. വേണമെങ്കിൽ ജീവനില്ലാത്ത കല്ലിനകത്തുനിന്ന് എനിക്ക് എൻ്റെ സന്തതികളെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനാണെങ്കിൽ ഇന്ന് ദൈവസഭയെ നോക്കി ഈ PC നായ്ക്കൽ ദൈവത്തിന് ആത്മാവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ കപടഭക്തികളും മാറ്റി, പ്രൈഡ് മാറ്റി, ആൻസിസ്ട്രൽ പ്രൈഡ്, ട്രഡീഷണൽ പ്രൈഡ്, എൻ്റെ ലീനിയേജ്, എൻ്റെ അപ്പൻ്റെ അപ്പൻ, എൻ്റെ 4-ാം തലമുറ, എൻ്റെ 3-ാം തലമുറ, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിന് ആത്മാ പറയുക, എനിക്ക് ഉപയോഗിക്കാൻ ഒരുത്തനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ എനിക്ക് 2-ാം തലമുറയും 3-ാം തലമുറയും എനിക്ക് വേണ്ട. എനിക്ക് ജീവനില്ലാത്ത ഒരു കല്ലിനകത്ത് എൻ്റെ ആത്മാവിനെ ഇറക്കി എനിക്ക് എൻ്റെ ജനത്തെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പാരമ്പര്യമില്ല, ആരും അറിയാതെ ഒറ്റയ്ക്കിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, വേറെ ആരെ ഉപയോഗിച്ചില്ലെങ്കിലും നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വിളിച്ചു പറയുക, ഒരു കല്ലിനകത്തുനിന്ന് അബ്രഹാമിന്റെ സന്തതികളെ ഉണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ വലിയ ഗാംഭീര്യത്തോടും ഭയങ്കര പാരമ്പര്യ പ്രൗഢിയോടും നടക്കുന്ന ജനത്തോട് പറയുക, മാനസാന്തരപ്പെട്ടോ, മാനസാന്തരപ്പെട്ടോ. കാരണം നിന്നിൽ ആ പ്രവൃത്തി നിമിത്തം എനിക്ക് നിന്നിനുള്ളിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല. ഐ cannot do the things for you. ശ്രദ്ധിച്ചേ, ദിസ് വാസ് ദ ഗ്രൂപ്പ് നമ്പർ 1. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് നമ്പർ 1 പേര് കൊടുത്തത് റിലീജിയസ് ജ്യൂസ്.
ഇറ്റ് ക്യാൻ ബി എക്സാക്ട്ലി റിലീജിയസ് ക്രിസ്ത്യൻസ്. പെന്തിക്കോസുകാരുടെ ഇടയിൽ ഒത്തിരി റിലീജിയോസിറ്റി ഉണ്ടല്ലോ. നമുക്കും ഭയങ്കര റിലീജിയോസിറ്റി ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ആരംഭിച്ചതൊക്കെ ലവ് സോങ്ങിലാണ് ഇന്ന് പറഞ്ഞതുപോലെ, പക്ഷെ അവസാനിക്കുന്ന ലെമൻറ്റിലാണ്. റിലീജിയസിറ്റി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചേ, ടാക്സ് കളക്ടേഴ്സ്. ഇവരെ ഞാൻ വ്യാഖ്യാനിച്ച് പറഞ്ഞത് ഗ്രീഡി ജ്യൂസ്. ആദ്യത്തെ ജ്യൂസ് റിലീജിയസ് ആണെങ്കിൽ ഇത് ഗ്രീഡി ജ്യൂസാണ്. ഇവരും ജ്യൂസ് തന്നെയാണ്, ഇവരും യഹൂദ മതത്തിലുള്ളവരാ. പക്ഷേ ഇവർക്ക് പണത്തോട് ഭയങ്കര ആർത്തിയാണ്, പണത്തോട് ഭയങ്കര ആർത്തി. അപ്പൊ ആദ്യം എല്ലാവർക്കും പ്രശ്നം വേറെ വേറെയാ. പാരമ്പര്യത്തിനകത്തുനിന്നും ആ ഹിപ്പോക്രസിക്കകത്തുനിന്നും റിപ്പൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ കൂട്ടരെ നോക്കി പറയുക, നിങ്ങളും കൂടി റിപ്പൻറ്റ് ചെയ്യണം. എന്തിന്, എവിടുന്ന് റിപ്പൻറ്റ് ചെയ്യണം? പ്രൊഫഷൻ മാറ്റാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം പറയുന്നു, പ്രൊഫഷൻ്റെ അകത്ത് എത്തിക്സിനെ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചത് ഈ മക്കളെ, ഗ്രീഡി ക്രിസ്ത്യൻസ്. ഇന്നും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്തുകൊണ്ടാണ് PC നാക്കിൽ ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത്? I really praise God for the leadership who took this courage to bring this message. Greedy Christians. Inna end justifies the means. But Christians, we need to understand, it's not the end that justifies the means, but it is the means that justifies the end. Can I get a good amen? അവസാനം ഞാൻ എന്തുവായി തീർന്നു? അവസാനം ഞാൻ ഒരു പണക്കാരനായി, അവസാനം ഞാൻ ഒരു വലിയൊരാളായി. ആ പണവും പെരുമയും ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ഞെളിഞ്ഞു പിരിയാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാനുള്ള ഒരു കാരണം പറയട്ടെ, പണത്തിന്റെ പെരുപ്പത്തിലല്ല മാനസാന്തരപ്പെട്ട് ലവ് ഓഫ് ദ മണി ഒന്ന് മാറ്റി ഇന്ന് ദൈവത്തിലേക്ക് മടങ്ങുവാൻ ദൈവസഭയോട് ഈ 39ാമത്തെ PC നായ്ക്കൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എബ്രായ ലേഖനത്തിലെ 13ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കല്യാണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, ലെറ്റ് ദ മാരേജ് ബെഡ് ബി അൺഡിഫൈൽഡ്. റൈറ്റ്? മാരേജ് അപ്പം മൊറാലിറ്റിയാണ്. ശ്രദ്ധിച്ചു, മൊറാലിറ്റിയാണ് പറഞ്ഞത്. മാരേജ് ബെഡ് ബി അൺഡിഫൈൽഡ്. വിവാഹത്തിൻ്റെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ, അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്കിൽ എഴുതിയിരിക്കുന്ന വാക്ക്, കീപ് യുവർ ലൈഫ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. മൊറാലിറ്റി ആൻഡ് മണി കംസ് ടുഗെദർ. Morality and money comes together. ഇവിടെ the love, the greed for the money. Church, I want to let you know, God wants us to have money. Definitely, if you can earn money, that's good. But earn money in a right way. ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം, church is running after greed. Greed of money, greed of position, greed of name, greed of all kind of materialism. God's word says repent, and I want to see the fruit of repentance. Number 3, group number 3. മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ സോൾജേഴ്സാ, പടയാളികളാ. മാക്സിമം ഓഫ് ദം ആർ ജ്യൂസ്. ഇവർക്ക് ഞാൻ പേര് കൊടുത്തേക്കുന്നത് കറപ്റ്റ് ജ്യൂസ്. ഇവർ ആ കറപ്റ്റ്. കാരണം ഇവർക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളതും കൊണ്ട്, ഇവർക്ക് പൊസിഷൻ ഉണ്ടെന്നും കൊണ്ട് ഇവർ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇവർക്ക് പൊസിഷൻ ഉള്ളതും കൊണ്ട് ഇവർ എക്സ്പ്ലോയിറ്റേഷനിൽ ഭയങ്കര വിദഗ്ധന്മാരാ. ദൈവമക്കളെ, ദൈവസഭയോട് ഇന്ന് പകൽക്കാലം എന്ത് ദൂത ഇതിനകത്ത് പറയാനുള്ളത്? നമുക്കും ദൈവം ഇതുപോലെ പല പൊസിഷൻസിൽ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. പൊസിഷൻ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ളതല്ല. ദൈവം നൽകി തന്ന അഭിഷേകം പാവപ്പെട്ട വിശ്വാസിയെ ചൂഷണം ചെയ്യാനുള്ളതല്ല. കർത്താവദാസൻ പറഞ്ഞല്ലോ, അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഹല്ലേലൂയ. പാവപ്പെട്ട വിശ്വാസി, ദൈവവചനം വല്ലാതൊന്നും അറിയാൻ വയ്യാതിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, നമ്മുടെ 4 ചുറ്റും അതുപോലത്തെ ഒത്തിരി പേരുണ്ട്. അവരെ ചൂഷണം ചെയ്യുന്ന അഭിഷേകത്തിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിന്റെ പേരിൽ, എണ്ണയുടെ പേരിൽ, തീ വീഴ്ത്തലിന്റെ പേരിൽ, എല്ലാ പേക്കൂത്തിന്റെ പേരിൽ നാം അവരെ ചൂഷണം ചെയ്യുന്ന ഒരു പെന്തിക്കോസ് ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുക. ദ ഫ്രൂട്ട് ഓഫ് റിപ്പൻറ്റൻസ് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. വേറെയൊക്കെ ഫ്രൂട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫ്രൂട്ട് ഓഫ് റിപ്പൻറ്റൻസ് ഈ ഒരു അധ്യായത്തിലേ ഉള്ളൂ. ബാക്കി പിന്നെ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് സെർവിങ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് അനോയിന്റിംഗ് ഉണ്ട്. ഇതൊക്കെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഫ്രൂട്ട് ഓഫ് റിപ്പൻറ്റൻസ് ഈസ് ഇൻ ലൂക്ക് ചാപ്റ്റർ 3 ആൻഡ് മാർക്ക് ചാപ്റ്റർ 3.
Can I get some good amen? Amen. അപ്പൊ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. ചൂഷണത്തിന് വേണ്ടി തല കൊടുക്കുന്ന വിശ്വാസിയെ നിങ്ങളും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ തല കൊടുക്കാൻ ഇരിക്കുന്നത് കൊണ്ടല്ലേ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനേയും പുറകെ കീജയി പറയാൻ ഒരു കൂട്ടം ഉള്ളത് കൊണ്ടല്ലേ. ഇത് ശ്രദ്ധിച്ച്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ ലിറ്ററസി ഉള്ള സ്ഥലത്ത് ഇതാ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. മൂര്യാട് പോലുള്ള എംപറർ ഇമ്മാനുവലൊക്കെ എഴുന്നേറ്റത് കേരളത്തിലാണ്. ദൈവമക്കളെ, how can we do that? Let's stand in the word of God. Let's stand in the doctrine of God. Amen. മെസ്സേജ് മാറിയിട്ടില്ല. ഈ 4 കാര്യമാണ് മലാക്കി പറഞ്ഞ് അവസാനിച്ചത്. 400 വർഷത്തിന് ശേഷം ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കുക ഈ മെസ്സേജ് പറയാൻ വേണ്ടി. നിങ്ങൾ ഓർക്കോ, 3 കൂട്ടരേ ഉള്ളല്ലോ, 4ാമത്തെ കൂട്ടരെയും കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ 1ാമത്തെ കൂട്ടർ റിലീജിയസ് ക്രിസ്ത്യൻ ആണെങ്കിൽ, 2ാമത്തെ കൂട്ടർ ഗ്രീഡി ക്രിസ്ത്യൻ ആണെങ്കിൽ, 3ാമത്തെ കൂട്ടർ കറപ്റ്റ് ക്രിസ്ത്യൻ ആണെങ്കിൽ, 4ാമത്തെ ഒരു കൂട്ടറുണ്ട് ഇവിടെ കേട്ടോ. നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. 18ാം വാക്യത്തിലുണ്ട് ഹേറോദ് അന്തിപ്പാസ്. ആരായത്? ടെട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് 4 ഭാഗമാക്കിയിട്ട് ഒരു റീജിയനെ മൊത്തം റൂൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം യഹൂദന്റെ ലീഡറാണ്. താൻ ആക്ച്വലി യഹൂദനല്ല, തൻ്റെ അപ്പൻ യഹൂദനല്ലായിരുന്നു. പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ ലീഡർഷിപ്പ് എടുക്കണമെങ്കിൽ താൻ കൺവേർട്ട് ആകണമായിരുന്നു. അങ്ങനെ ഹേറോദ് ദ ഗ്രേറ്റ് കൺവേർട്ടായിട്ട് അവൻ യഹൂദനായി. അങ്ങനെ ഹേറോദ് ദ ഗ്രേറ്റിൻ്റെ മകനാ ഹേറോദ് അന്തിപ്പാസ്. ഇദ്ദേഹം കൺവേർട്ടായി, ഇദ്ദേഹം ജ്യൂസ് ലീഡറായിരിക്കും. അപ്പോൾ നോക്കിയേക്കാം, നേതാവാണ്, യഹൂദന്മാർക്ക് വേണ്ടി ഒരു നേതാവ്. ഈ നേതാവ് ചെയ്ത പണി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. തൻ്റെ ഭാര്യയെ താൻ ഡിവോഴ്സ് ചെയ്തിട്ട് തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ തൻ്റെ ഭാര്യയായിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ എടുത്തു വന്നപ്പോൾ യോഹന്നാൻ അവനെ നോക്കി പറയുക, ഡാ നീയും മാനസാന്തരപ്പെട്ടോണം. ഇവനെ ഞാൻ വിളിക്കുന്നത് ഇമ്മോറൽ ക്രിസ്ത്യൻ. There are religious Christian, there are greedy Christian, there are Christian who have all kind of controversies, there are Christian who are corrupt, and then the final one is the immoral Christian. ശ്രദ്ധിച്ചതേ മക്കളെ, നമുക്ക് ഹേറോദിനെ പോലെ നമുക്ക് നേതാവായൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഭയങ്കര ഭരണമാണ്, ഞങ്ങൾ ഭയങ്കര ആൾക്കാരാ, നമ്മളൊക്കെ പല പണികൾ പല പൊസിഷനിലും ഇരിക്കാം. പക്ഷേ ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നു, നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യനും അറിയാതിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ വിളിച്ചു പറയട്ടെ, let this be a prophetic message. Everything that you do today in private, everything that you do today in secret will be tomorrow's public scandal. ഇന്ന് രഹസ്യത്തിൽ എന്തൊക്കെ നീ ചെയ്യുന്നു, നാളെ പബ്ലിക്കിൽ അത് പരസ്യകോലമായി മാറുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കപ്പെട്ട ദൈവമക്കളുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തു. ഒന്ന് ദൈവസഭയ്ക്ക് വേണം മാനസാന്തരം. These are the fruits of repentance. These are the fruits of repentance. ഈ ഫ്രൂട്ട്സ് ഓഫ് റിപ്പൻറ്റൻസ് കാണിച്ചത് കൊണ്ടാ അവിടെ പറയുന്നത്, ഈ 4 കാര്യത്തിൽ അന്നത്തെ സഭയെന്ന് പറയാം, യഹൂദ ഗോത്രത്തിലുള്ള യഹൂദ മതത്തിലുള്ള ആൾക്കാർ പറയുക റിപ്പൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് ഇന്നും പ്രസക്തിയുണ്ട്. 2000 വർഷത്തിന് ശേഷം ഇന്ന് ദൈവസഭയുടെ പറയുക, റിലീജിയോസിറ്റി നിന്നെ രക്ഷിക്കത്തില്ല, ഗ്രീഡിനെസ് നിന്നെ രക്ഷിക്കത്തില്ല, കറപ്റ്റ് ആയതുകൊണ്ട് നിന്നെ രക്ഷിക്കത്തില്ല, ഇമ്മോറൽ ലൈഫും കൊണ്ട് നീ അധികം പോകത്തില്ല. പക്ഷെ 5ാമത്തെ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് താൻ അവസാനം ഒരു വാർണിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അവസാനം കൊടുക്കുന്ന ഒരു വാർണിംഗ് എന്താ അറിയാമോ? എ ഡേഞ്ചർ. ശ്രദ്ധിച്ച്, അന്ന് യേശുവിൻ്റെ 1ാമത്തെ വരവിന് മുമ്പിലുള്ള പ്രസംഗമായിരുന്നു അത്. ഇന്ന് യേശുവിൻ്റെ 2ാമത്തെ വരവിൽ PC നാക്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൈവവചനം ഇതാകുന്നു. ആമേൻ. എന്തുവാ മെസ്സേജിൻ്റെ വാർണിംഗ്? അവിടെ 2 വാർണിംഗ് പ്രത്യേകിച്ചുണ്ട്. 1ാമത്തെ വാർണിംഗ് കോടാലി വെച്ചിട്ടുണ്ടെന്നല്ലേ, ആക്സ് ഈസ് ലെയ്ഡ്. കത്തിയല്ല, വെട്ടോത്തിയൊന്നുമല്ല, വേറെ ഒരു കാര്യമല്ല, ചെറിയ കാര്യമൊന്നുമല്ല, താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. അവൻ്റെ കയ്യിൽ വീഴുന്ന മുമ്പേ, അവൻ്റെ ന്യായവിധി ഇറങ്ങുന്ന മുമ്പേ, ഹല്ലേലൂയ. PC നാക്ക്
39 PC നായ്ക്കൽ, അടുത്ത PC നായ്ക്കൽ ഇവിടെ പലരും കാണത്തില്ലായിരിക്കും. അടുത്ത PC നായ്ക്ക് ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ശബ്ദമെന്ന് മുഴങ്ങട്ടെ. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ഈ സദസ്സിനകത്ത് ഈ 4 കൂട്ട ജനത്തെ നോക്കി ദൈവത്തിന് ആത്മാവ് ഇങ്ങനെ പറയുന്നു: നീ എത്ര വലിയ നെളിഞ്ഞാലും, എത്ര പണമുണ്ടായാലും, നീ ഹേറോദായാലും, പൊതുജനമായാലും, നേതൃത്വ സ്ഥാനത്തിലായാലും, സ്ഥാനമില്ലെങ്കിലും, നിനക്ക് പണമുണ്ടെങ്കിലും, പൊസിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കോടാലി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ വരവിന് മുമ്പിൽ ഈ ഒരു ന്യായവിധിയുടെ ശബ്ദം എല്ലാ കാതുകളും മുഴങ്ങട്ടെ. ഇവിടെ ഒരു അലറും ഒരു മുറവിളിയും ഇവിടെ ഉയരട്ടെ. കരച്ചിലും അനുതാപവും ഇവിടെ ഉയരട്ടെ. പറയണേ, കർത്താവേ, ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടിരണമേ, ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടിരണമേ. ഒരു അനുതാപം, ഒരു repentance. The Lord is asking, you don't know if you will see tomorrow morning or not. You don't know if you will eat the next day breakfast. You don't know if there is another conference. But I want to let you know, the axe is laid. The question is not about if. The question is about when. ഇത് ചലിക്കുമോ ഇല്ലയോ എന്നല്ല ക്വസ്റ്റ്യൻ, എപ്പോൾ വന്ന് വീഴും എന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തോന്ന് ചോദിച്ചാൽ, കോടാലി മാത്രമല്ല, താഴെ നോക്കുമ്പോഴറിയാം വീശുമുറം കൂടി ഉണ്ടെന്ന്. ഒരു വീശുമുറം കൂടി വെച്ചിട്ടുണ്ട്. കോടാലിയും കൊണ്ട് വെട്ടുവാനും ഒരു വീശിയാൽ പറന്നു പോകുവാനും. ഹല്ലേലൂയ. ഇത് പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുക്കാൻ ദൈവസഭ. ഇതിനെ പ്രവചന ശബ്ദമായിട്ട് ഈ ഇന്ന് മാത്രമല്ല, ഇനി മുഴങ്ങാൻ പോകുന്ന 2-3 ദിവസത്തിൽ PC നായ്ക്ക് എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് എടുത്തു എന്നൊന്നും അറിയത്തില്ല. പക്ഷേ സബ്ജക്റ്റിനോട് ലോയൽറ്റി ഞാൻ പാലിക്കും. ആമേൻ. നിങ്ങൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനോടുള്ള ലോയൽറ്റി ഞാൻ പാലിക്കും. ലോയൽറ്റി എന്താണെന്ന് ചോദിച്ചാൽ, കം ബാക്ക് ചർച്ച്, കം ബാക്ക്. Hallelujah. Before the axe comes down, before the winnowing fan comes down, before anything else happens, I want to call on to this church. Hey church, would you come back? Would you repent? Would you give your heart to God? Would you say, Jesus, here is my life? എന്റെ ജീവിതം ഇതാകുന്നു എന്ന് പറയാൻ പറ്റുന്ന ദൈവമക്കൾ അങ്ങനാണെങ്കിൽ, അങ്ങനെ ആത്മാവിൽ ചലിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കരങ്ങൾ തട്ടി ശബ്ദങ്ങൾ ഉയർത്തി ഒന്ന് പറയാൻ പറ്റുമോ? Lord, forgive us. Here we come. We give ourselves to you. Can you give a big hand and worship the name of the Lord? അനുതാപത്തോട് അന്യഭാഷ പറഞ്ഞു, കുഴപ്പമില്ല. അനുതാപത്തോട് ദൈവത്തെ സ്തോത്രം ചെയ്തോ, കുഴപ്പമില്ല. അനുതാപത്തോട് കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. ഇത് പാസ്റ്റർമാർക്കും ബാധ്യതയാ, എനിക്കും ഇത് ബാധകമാ, നിങ്ങൾക്കും ഇത് ബാധകമാ. ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. എന്നോടൊപ്പം ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന്. എന്നോടൊപ്പം ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ജൂരാഭാഷം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ പോകണ്ട. പക്ഷെ നിങ്ങളുടെ കാര്യം ദൈവത്തിനറിയാം. എനിക്ക് നന്നായി അറിയാം ദൈവത്തിന് ആത്മാവ് ഇവിടെ ശക്തമായി സംസാരിച്ചിട്ടുണ്ടെന്ന്. എന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പറയുന്ന 2 കരങ്ങൾ സ്വർഗത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ PC നാക്കിൽ ഇങ്ങനെ വിട്ടു പോകല ദൈവമക്കളെ. ഈ ഒരു വിതച്ച വിത്ത് അടുത്ത ഈ ഷോപ്പ് റൗണ്ട് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോകാൻ പാടില്ല. പറ കർത്താവേ, എന്നെ തന്നെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് എപ്പോൾ വരുമെന്നല്ല. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ കർത്താവേ, ആ ആക്സിന്റെ ഇരയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടാലിക്ക് ഇരയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീശുമ്പോൾ അതിന് ഇരയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരയുന്ന ദൈവമക്കൾ ശബ്ദങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവപിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നോടൊപ്പം ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പലതും തെറ്റിട്ടുണ്ട് കർത്താവേ. Lord, we repent. We turn away from all the pride, from all kind of ancestral traditional pride, oh God. We repent from hypocrisy. We repent from the greed of money. We repent from corrupt things, Lord. We repent from immorality. We repent, oh God, and we humble ourselves. Let your name be glorified. In Jesus' name we pray. And the church shout out.
Let's give a big hand to Lord and worship the name of the Lord.